നിന്നും ശ്രീനി ടോമസ്. എം സുധാകരന്റെ തിരഞ്ഞെടുത്ത കഥകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന വേളയിൽ എം സുധാകരന്റെ കഥാപ്രപഞ്ചം എന്ന വിഷയത്തിൽ വി.ആർ. സുധീഷ് മുഖ്യപ്രഭാഷണം നടത്തി. കഥകളൊക്കെ ഈ 31 കഥകളും വായിച്ചാൽ അറിയാം. എല്ലാ കഥകളിലും ഉണ്ട് ഭ്രാന്തൻ സ്വപ്നങ്ങൾ. ഒരിക്കലും ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ന് എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ ആദ്യ പുസ്തകത്തിൻ്റെ പേര് ഭ്രമം എന്നായിരിക്കും. അങ്ങനെയൊരു കഥ ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ താമസിച്ചത് എഴുതും. ആദ്യ പുസ്തകത്തിന് ഞാൻ പേര് നൽകുന്നത് ഭ്രമം എന്നായിരിക്കും. സുധാകരൻ അങ്ങനെ ഭ്രമം എന്നുള്ള പേരിലൊരു കഥ എഴുതിയില്ല. അങ്ങനെയൊരു പുസ്തകവും വന്നില്ല. പക്ഷേ ഈ കഥകളിലൊക്കെ വലിയ വലിയ കൽപ്പനകളുണ്ട്. ഭ്രമാത്മകമായ ഒരു ഫാൻറ്റസിയാണ് പല കഥകളും അവസാനിക്കുന്നത്. ഒരാൾ വേറൊരാളെ കാണുക, അയാൾ ഞാനാണെന്ന് തീരുമാനിക്കുക, വളരെ ശവപ്പെട്ടു ഇപ്പോൾ അയാളിലേക്ക് പരകായ പ്രവേശം ചെയ്യുക. അല്ലെങ്കിൽ ഒരാൾ വേറൊരാളെ കാണുമ്പോൾ ഇയാളെ ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടിരുന്നല്ലോ എന്ന് തീരുമാനിക്കുക. ഇതൊക്കെ സംഗതമാവുക, സത്യമാവുക, യാഥാർത്ഥ്യമാവുക. ഇങ്ങനെയാണ് പിന്നീടുള്ള സുധാകരൻ്റെ കഥകളൊക്കെ വരുന്നത്. 2 പേർ. തുന്നൽക്കാരൻ്റെ മകൾ എന്നൊരു കഥയുണ്ട്. ഒരു പാവപ്പെട്ട തുന്നൽക്കാരൻ്റെ മകളെ ഒരു വലിയ ധനികനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ വന്ന് പെണ്ണ് കാണുന്നു, അയാൾക്ക് ഇഷ്ടപ്പെടുന്നു, ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഈ പെണ്ണിനെ മാത്രം മതി, സ്ത്രീധനം വേണ്ട, ഒന്നും വേണ്ട, പൈസ അങ്ങോട്ട് തരാം, അച്ഛനെ അമ്മക്കും മാളിക പണിത് തരാം എന്ന് പറഞ്ഞിട്ട് അയാൾ കല്യാണം കഴിച്ച് കൊണ്ടുപോവുകയാണ്. ഈ പെൺകുട്ടിക്ക് എന്നെ അത്ഭുതമാണ്, എനിക്ക് എന്ത് ഉണ്ടായിട്ടാണ് ഇയാൾ വന്നിട്ട് എന്നെ കെട്ടിക്കൊണ്ടുപോകുന്നത്. പക്ഷെ അയാൾ വന്ന് കല്യാണം നടന്നു. കല്യാണമൊക്കെ വളരെ ലളിതമായിട്ടാണ്, വേറെ ഒന്നും വേണ്ട. ഈ അച്ഛനും നമുക്ക് അത്ഭുതം. അങ്ങനെ കെട്ടിക്കൊണ്ടു പോവുകയാണ്. കെട്ടിക്കൊണ്ടുപോയി അയാളുടെ മണിമാളികയിലേക്ക് കൊണ്ടുപോയി ആ മണിയറയിൽ ആ പെൺകുട്ടി എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളോടുകൂടി, കാരണം അവൾക്ക് ഈ വീടൊന്നും കണ്ടിട്ടൊന്നും അവൾക്ക് ഇതിനോട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അവൾക്ക് കുഞ്ഞു വീട്ടിൽ നിന്ന് വരുന്നത്. അവളാകെ ഒരുപാട് ഭ്രാന്തിയോടും അസ്വസ്ഥതയോടും കൂടി അവിടെ ഇങ്ങനെ നിലവഴിക്കുന്നു. അയാൾ മണിയറയിലേക്ക് പ്രവേശിക്കുന്നു. അയാൾ അവളുടെ കഥകളൊക്കെ കേൾക്കുന്നു, ഒത്തിരി കഥകളൊക്കെ പറയുന്നു. ഒന്നും സംഭവിക്കുന്നില്ല. ആ രാത്രി അവളുറങ്ങുന്നു, അയാൾ ഉറങ്ങുന്നു. രാവിലെ അവൾ എണീറ്റ് ഒരുപാട് വില പിടിച്ച വസ്ത്രങ്ങളുണ്ട് അവിടെ അവൾക്ക് കൊടുക്കുവാൻ. അവൾ രാവിലെ കുളിച്ചു, ആ വസ്ത്രം കണിഞ്ഞ് ഈ ഗോവണി ഇറങ്ങി എന്താണ് വേണ്ടത്, വീട്ടിലുള്ളതുപോലെ മുറ്റമടിക്കണോ, മറ്റു അടുക്കള ജോലി ചെയ്യണോ എന്നൊക്കെ അവളിങ്ങനെ ആശങ്കപ്പെടുകയാണ്. പക്ഷേ തലേ രാത്രി അവരുടെ അമ്മായിയമ്മ പറഞ്ഞിരുന്നു, ഇവിടെ ഒന്നും ചെയ്യണ്ട, നീ നല്ല വസ്ത്രമൊക്കെ ധരിച്ചോടിയിരുന്നാൽ മാത്രം മതി, വേറൊന്നും ചെയ്യണ്ട. പക്ഷെ അവിടെ എന്നിട്ടും അവിടെ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് അടുത്ത വീട്ടിൽ ഒരു ആൾക്കൂട്ടം കാണുന്നത്. അടുത്ത വീട്ടിൽ ആൾക്കൂട്ടം കണ്ടപ്പോൾ അവിടെ എന്തോ സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ അവൾ അങ്ങോട്ട് ഓടുകയാണ്. അവൾ ഓടി അവിടെ ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ കാണുന്നത് അവളെപ്പോലെ ഒരു പെൺകുട്ടി, അവളെപ്പോലെ ഒരു കല്ലുമാല കഴുത്തിലണിഞ്ഞ ഒരു പെൺകുട്ടി അവിടെ മരിച്ചു കിടക്കുന്നു. അതാണ് ആൾക്കൂട്ടം. അവൾ നോക്കുമ്പോൾ അവളുടെ അതേ പ്രായത്തിൽ അവളെപ്പോലെ ഒരു പെൺകുട്ടി. അപ്പോൾ അവൾ സ്തബ്ധയായിട്ട് കസേരയിലിരിക്കുമ്പം ആ വീട്ടിലെ ചിലർ ചോദിക്കുന്നു, നീ ആരാണ്? അവൾ പറഞ്ഞു, ഞാൻ ആ വീട്ടിലെയാണ്. അപ്പോഴേക്കും അവളുടെ ഭർത്താവ് വന്നിട്ട് ഇവിടെ ചേർത്ത് പിടിച്ചിട്ട്, നീ എന്താ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുന്നു. എന്നിട്ട് അവളെ ഇങ്ങനെ പോകുമ്പോൾ, നീ ചെരുപ്പിട്ടില്ലല്ലോ എന്ന് മാത്രം ചോദിക്കുന്നു. അതിൻ്റെ അവസാനം ഒറ്റ വാചകമാണ്, നീ എന്താ ചെരുപ്പിടാതെ? അവിടെ കഥ അവസാനിക്കും. അതിമനോഹരമായ കഥയാണ്. ഇങ്ങനൊരു കഥ നമ്മുടെ ഒരു വലിയൊരു അസാധാരണമായ ഒരു അന്ത്യം ഈ കഥക്ക് പ്രതീക്ഷിക്കും. അയാൾ ഇവിടെ ചീത്ത വിളിക്കും, അയാൾ ഇവളോട് കയർക്കും, ഒന്നുമില്ല. നീ എന്താണ് ചെരുപ്പിടാൻ? അപ്പോൾ പറഞ്ഞു, പെട്ടെന്ന് ആൾക്കൂട്ടം കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോകുന്നതാണ്. ശരി, കഥ വെച്ചാൽ ഗ്രഹണ സമയം എന്നുള്ള കഥയിൽ പെട്ടെന്ന് പേര് മറന്നുപോയി. ഒത്തിരി പ്രായം, ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്കൊക്കെ അനുഭവപ്പെട്ടൊരു സംഗതിയാണ്. എനിക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. ചിലരുടെ പേരങ്ങ് മറന്നുപോകും. ഏറ്റവും അടുത്ത ആളായിരിക്കും. കോഴിക്കോട്ട് ഞങ്ങളുടെ സീനിയറായിട്ടുള്ള വലിയ എഴുത്തുകാരിൽ ഒരാൾ ഒരു ദിവസം ഇങ്ങനെ ഒരു വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രസംഗിച്ചല്ല, അദ്ദേഹം അധ്യക്ഷനാണ്.
അദ്ദേഹം ഇങ്ങനെ അധ്യക്ഷനായിട്ട് ഈ പ്രസംഗം നടക്കുമ്പം ഈ വേദിയിലിരിക്കുന്ന ആളുകളൊക്കെ അഭിസംബോധന ചെയ്യുമല്ലോ. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നു. അപ്പം ഇതൊക്കെ കൊടുങ്ങല്ലൂർ, അവിടെ ഇരിക്കുന്ന പട്ടത്തുള്ള കരുണാകരൻ, അവിടെ ഇരിക്കുന്ന MT വാസുദേവൻ നായർ, അപ്പുറത്തിരിക്കുന്ന ആളുടെ പേരങ്ങ് മറന്നു കുടുങ്ങുകയും. അത് ഏറ്റവും സുപരിചിതനായ ആളാണ്, വലിയ എഴുത്തുകാരനാണ്, പക്ഷെ പേര് മറന്നുപോയി. അപ്പം ഇത് തിക്കോടിനാണ്. തിക്കോടിനോടനെ ചോദിച്ചു, ഇവിടെ നിൻ്റെ പേരെന്തായിരുന്നു ചോദിച്ചു. തിക്കോടിനെ അങ്ങനെ ചോദിക്കാനൊരു സ്വാതന്ത്ര്യമുണ്ട്. തിക്കോടിനെ വലിയ തമാശയുള്ള ഒരാളാണ്. പേര് കിട്ടുന്നില്ല. ഏറ്റവും സുപരിചിതനായ ആളാണ്. പക്ഷേ അയാളത് തെറ്റിദ്ധരിച്ചിട്ട് പിന്നെ മരിക്കുന്നത് വരെ തിക്കോടി എന്നോട് മുൻപിട്ടില്ല എന്നാണ് പറയുന്നത്. അത്രക്ക് ദേഷ്യം, അപമാനിച്ചു എന്നാണ് പറഞ്ഞത്. അപമാനിച്ചതല്ല, പേര് മറന്നു പോകും. ഇതാണ് ഗ്രഹണ സമയങ്ങൾ എന്നുള്ള കഥയുടെ സാരാംശം.